നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ തുടങ്ങുകയാണ്. പൊതുവിപണിയിൽ നിന്ന് 1000 കോടി രൂപ വായ്പ എടുക്കാനാണ് ഒരുങ്ങുന്നത്. ഇത് കടപ്പത്രം വഴിയാണ് ഈ 1000 കോടി സമാഹരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. നേരത്തെ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്ന CPM നിർദ്ദേശത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ്. പൊതുവിപണിയിൽ നിന്ന് 1000 കോടി രൂപ വായ്പയെടുക്കാനാണ് ഒരുങ്ങുന്നത്. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച പ്രമേയം വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത്. നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 പദ്ധതികൾക്ക് മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. ശരാശരി 6.8 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത്. ഇതാകട്ടെ ശരാശരി 300 രൂപ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കൾ 62 ലക്ഷം വരും. കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിൽ നിന്നുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം 25,000 രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി പ്രതിവർഷം 1 ലക്ഷം രൂപയാണ്. പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. പക്ഷേ ധനമന്ത്രി KN ബാലഗോപാലിനാണ് ഇതിന്റെ സകല തലവേദനകളും വരുന്നത്. ഒരു ഘട്ടത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. നീരസം അദ്ദേഹത്തിനുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല കാര്യങ്ങൾക്കും ധൂർത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പണം വിനിയോഗിക്കാൻ ധനമന്ത്രിയോട് പറയാറുണ്ട്. പക്ഷെ ഇതെല്ലാം വെട്ടിച്ചുരുക്കി ജനങ്ങളുടെ അവശ്യ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള യാതൊരു നടപടിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ 1000 കോടി എടുക്കുന്നത് പോലും കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. സാമൂഹ്യക്ഷേമ പെൻഷൻ അത് അവകാശമാണ് എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ സർക്കാരാണിത്. എന്നിട്ട് ഒടുവിൽ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അത് ഔദാര്യമാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിനെ പൊളിച്ചെഴുതുകയാണ് സുപ്രീം കോടതിയും ചെയ്തത്. ഇന്ധന സെസ് വരെ പിരിച്ചത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്ധന സെസ് പിരിക്കുന്നതല്ലാതെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഇപ്പോൾ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ ക്ഷേമ പെൻഷൻ കൊടുത്തുകൂടെ സർക്കാരിന് എന്നുള്ളത്. ഹൈക്കോടതി വരെ ഇടപെടുന്ന വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ കേന്ദ്രത്തിനെ പഴിചാരി പിണറായി വിജയൻ ഇക്കാര്യങ്ങളിൽ നിന്ന് തലയൂരുകയാണ് ചെയ്തത്. സത്യത്തിൽ ധനമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരിക. എല്ലാ പദ്ധതികൾക്കും എന്തിനാ അവരുടെ ചികിത്സയ്ക്കടക്കം നികുതി ഈടാക്കുന്നതിൽ നിന്നുള്ള വരുമാനം എടുത്ത് ചെലവാക്കുന്ന സർക്കാരാണിത്. പക്ഷേ സാധാരണക്കാരന് വേണ്ടുന്ന അന്നത്തെ അന്നം വാങ്ങാൻ വേണ്ടുന്ന മരുന്ന് വാങ്ങാൻ വേണ്ടുന്ന പെൻഷനുകളൊക്കെ കൊടുക്കാൻ സർക്കാരിന് വിമുഖതയാണ്. സർക്കാർ ഒരിക്കലും സാധാരണക്കാരന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിന്നിട്ടുള്ള സമീപനമാണ് ഇതുവരെ കാണിച്ചു വന്നിട്ടുള്ളത്. മറിച്ച് നവകേരള സദസ്സിലുൾപ്പെടെ പൗരപ്രമുഖരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന സർക്കാരിനെയും നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു സർക്കാരിനെ ഇനിയും വെച്ച് വാഴിക്കണമോ എന്നുള്ളത് ജനം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നതിലൂടെ മനസ്സിലാക്കാനാകും. എന്തായാലും ധനമന്ത്രിക്ക് പൂർണ്ണമായും സഹകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വാർത്തകളുമൊക്കെ ഇതിനിടയിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നന്ദി.